ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RK-NEXT. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പൊ നമ്മുടെ +1 NCERT ബുക്ക് ഇങ്ങനെ പരിചയപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ. അപ്പൊ എല്ലാ സബ്ജക്ട്സിന്റെയും 1-2 ചാപ്റ്റർ ഒക്കെ ആയിരിക്കും ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ടാകും എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, തിയറി അറിഞ്ഞിട്ട് കാര്യമില്ല. അതും ബൈഹാർട്ട് അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾ എന്തുകൂടി ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും 10ാം ക്ലാസ്സിന്റെ ഒരു എന്താ പറയാ മെന്റാലിറ്റി, ആ ഒരു മൂഡ് പോയിട്ടുണ്ടാവില്ല. ഇപ്പൊ +1 എത്തിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, പുതിയ സിലബസ് ആണ്, പുതിയ കോൺസെപ്റ്റുകളാണ് അല്ലെ, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് പരിചയമില്ല. പക്ഷെ എങ്കിലും നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നിങ്ങൾക്ക് എക്സാം കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ തിയറി അറിഞ്ഞിട്ട് കാര്യമില്ല. മിസ് ഓൾറെഡി പറഞ്ഞു, ചോദ്യങ്ങളിന് ഉത്തരം എഴുതാൻ പറ്റണം. അതായത് ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയണം, പാറ്റേൺ അറിയണം. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളുമായിട്ടൊരു പരിചയം വരുള്ളൂ കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാൻ പോകണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫസ്റ്റ് ടോപ്പിക് എന്താ, ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറും അതിന്റെ റൂൾസും ഒക്കെ. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, കൂടെ തന്നെ നമുക്ക് ആ ടോപ്പിക്കും പഠിക്കാം കേട്ടോ. ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിംഗ് എ നെയിം ടു ആൻ ഓർഗാനിസം വിത്ത് 2 components is called. അപ്പൊ നമുക്കറിയാലോ, അതായത് പല നാട്ടിലും ഒരു ഓർഗാനിസത്തിന് പല പേരുകളായിരിക്കും. ഇപ്പൊ ഇവിടെ മത്തി, ചാള അല്ലെ, ഒരു ജീവിക്ക് തന്നെ മലയാളത്തിൽ തന്നെ പല പേരുകളുണ്ട്. അപ്പൊ നമ്മൾ പല നാട്ടിൽ പോകുമ്പോൾ അതിന് എന്താണ്, പല പല പേരുകളായിരിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാൾ ലിനേയസ്, നിങ്ങൾക്ക് അറിയാലോ ആരാണ് ഫാദർ ഓഫ് ടാക്സോണമി എന്ന് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ടാക്സോണമി നമ്മുടെ കാൾ ലിനേയസ് ആണ് അല്ലെ. അപ്പൊ കാൾ ലിനേയസ് ആണ് എന്ത്, ഈ ഒരു നെയിമിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നമ്മുടെ ലോകത്ത് എവിടെ പോയാലും ഒരു ഓർഗാനിസം അറിയപ്പെടേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ പേരിലായിരിക്കണം. ആ പേരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സയന്റിഫിക് നെയിം എന്ന് വിളിക്കുക അല്ലെ. സയന്റിഫിക് നെയിം, ബയോളജിക്കൽ നെയിം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ദ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിം. ഇറ്റ് ഈസ് ദ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിം ഓഫ് എൻ ഓർഗാനിസം. നെയിം ഓഫ് ആൻ ഓർഗാനിസം. നിങ്ങൾ ഇങ്ങ് കേരളത്തില് ഇരുന്ന ആ ജീവിനെ ഈ ഒരു പേരിൽ വിളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കാനഡയിൽ പോയിരുന്നാലും ആ ഒരു ജീവിനെ ആ പേരിൽ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഓർഗാനിസത്തിന് ഒരു പെർട്ടിക്കുലർ സയന്റിഫിക് നെയിം ഉണ്ട്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് നെയിം. ഇത് കൊണ്ടുവന്നത് കാൾ ലിനേയസ് ആണ്. ഇദ്ദേഹം ഈ ഒരു സിസ്റ്റം ഓഫ് നെയിമിംഗ് അല്ലെ, അതിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നല്ലേ പറയാ. എന്താണ് വിളിക്കുന്നത് നമ്മൾ അതിനെ? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 എന്നല്ല അർത്ഥം അല്ലെ. അതായത് ഒരു സയന്റിഫിക് നെയിമിൽ 2 കോമ്പണൻസ് ഉണ്ടാകും അല്ലെ. ഒരു ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിം എടുത്ത് നോക്കിയാൽ അതിൽ 2 കോമ്പണൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം ഓഫ് നെയിമിംഗ് ഓഫ് എൻ ഓർഗാനിസം, അതിന് നമ്മൾ എന്ത് വിളിക്കും, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കും. ചോദ്യം നോക്കിക്കേ, ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിംഗ് എ നെയിം ടു എൻ ഓർഗാനിസം വിത്ത് 2 components is called എന്താണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ which is introduced by കാൾ ലിനേയസ്. ഓക്കെ, കാൾ ലിനേയസ് ആണ് കൊണ്ടുവന്നത് കേട്ടോ. ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ, കണ്ടില്ലേ, ഇതൊരു മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, ആളുടെ പേരൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളുക. ബയോളജിസ്റ്റ് ഫോളോ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ടു പ്രൊവൈഡ് സയന്റിഫിക് നെയിംസ് ടു ഓർഗാനിസംസ്. റൈറ്റ് ഇൻ എ 2 universal rule of nomenclature. അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു ഓർഗാനിസത്തിന് സയന്റിഫിക് നെയിം പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം, എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ട റൂൾസ് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ടൈഗറാ. ടൈഗറിന്റെ സയന്റിഫിക് നെയിം എന്താ മക്കളെ? പാന്തറ ടൈഗ്രസ് അല്ലെ, പാന്തറ ടൈഗ്രസ്. അപ്പം സയന്റിഫിക് നെയിമിന് എന്തുണ്ടാകും, 2 കോമ്പണൻസ് ഉണ്ടാവും. 2 കോമ്പണൻസ് ഉണ്ടാവും. അതിലെ ഫസ്റ്റ് കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്, ജീനസ് നെയിം അഥവാ ജനറിക് നെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ് ജീനസ് നെയിം അഥവാ ജനറിക് നെയിം? പാന്തറ എന്ന് പറയുന്നതാണ് എന്ത്, ജീനസ് നെയിം അല്ലെ. സെക്കൻഡ് കോമ്പണന്റ്, അതായത് ഫസ്റ്റ് കോമ്പണന്റിന് ശേഷമേ എഴുതാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് സ്പെസിഫിക് എപ്പിതെറ്റ്. അതെന്താ, സ്പെസിഫിക് എപ്പിതെറ്റ് അല്ലെ, സ്പീഷീസ് നെയിം ആണ്.
അതെന്താണ്? സ്പീഷീസ് നെയിം ആണ്. അപ്പൊ ടൈഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? അത് സ്പെസിഫിക് എപ്പിത്തറ്റ് അഥവാ സ്പീഷീസ് നെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് കോമ്പണൻസ് അല്ലേ? എന്താണ്? ജീനസ് നെയിമും സ്പീഷീസ് നെയിമും. ആൻഡ് ഓൾസോ ഈ ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് ഓൾവേസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റോ സ്പീഷീസ് നെയിമോ ഓൾവേസ് ബിഗിൻ വിത്ത് എ സ്മോൾ ലെറ്റർ. അല്ല, അത് എപ്പോഴും എന്താണ്? സ്മോൾ ലെറ്ററിലെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ ക്യാപിറ്റൽ പി ആണ് പാന്തറ അല്ലേ? ജീനസ് നെയിം പി, ക്യാപിറ്റൽ പി. ടൈഗ്രസ് സ്പീഷീസ് നെയിം അല്ലെ? ടി, സ്മോൾ ടി. കണ്ടില്ലേ? ഇനി സയന്റിഫിക് നെയിം ഷുഡ് ഓൾവേസ് ബി ഇൻ ലാറ്റിൻ. അതായത് ലാറ്റിൻ ഒറിജിൻ ആയിരിക്കണം അല്ലെ? ലാറ്റിൻ ഒറിജിൻ ആയിരിക്കണം. അതായത് ലാറ്റിൻ ഭാഷയിലായിരിക്കണം എന്ത്? നമ്മുടെ സയന്റിഫിക് നെയിം. ലാറ്റിൻ ഒറിജിൻ ആവാൻ കാരണം എന്താ? ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഡെഡ് ലാംഗ്വേജ്, മാറ്റമൊന്നും ഇല്ലാത്ത ഭാഷ അല്ലേ? അപ്പൊ എന്താണ്? സയന്റിഫിക് നെയിം മാറിക്കൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്താ? ലാറ്റിൻ ഒറിജിൻ ആയിരിക്കണം സയന്റിഫിക് നെയിം. ഓക്കെ, പാന്തറ, ടൈഗ്രസ്. അപ്പൊ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ലാറ്റിൻ ഒറിജിൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്യുമ്പം ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യാം. അല്ല, ഹാൻഡ് റിട്ടൺ ആണെങ്കിലോ? എഴുതുന്ന സമയത്തോ? ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജീനസ് നെയിമും സ്പീഷീസ് നെയിമും അണ്ടർലൈൻ ചെയ്യണം അല്ലേ? അതായത് പാന്തറ, ടൈഗ്രസ് ഇങ്ങനെ എഴുതുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് മാംഗോന്റെ സയന്റിഫിക് നെയിം ഒന്ന് എഴുതാം. മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് അല്ലെ? മാഞ്ചിഫറ ജീനസ് നെയിം ആണ്, എം ക്യാപിറ്റൽ. ഇൻഡിക്ക സ്പീഷീസ് നെയിം ആണ്, ഐ എന്താണ്? സ്മോൾ ലെറ്റർ. എഴുതിയത് കൊണ്ട് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തു. അപ്പൊ ഒരു ഓർഗാനിസത്തിനെ കുറിച്ച് ആരാണ് ആദ്യം പഠിച്ചത്? ഓതർ. ആ ഓതറിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തേർഡ് കോമ്പണന്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ മാങ്ങ ആദ്യം പഠിച്ചത് നമ്മുടെ ലിനേസ് ആണ്. അപ്പൊ നമുക്ക് ലിനേസിന്റെ പേര്, ഓതർ ലിനേസ് ആയതുകൊണ്ട് പേര് കൊടുക്കാം. പക്ഷെ ഫുൾ അല്ല, അബ്രിവിയേറ്റഡ് ഫോം, ഷോർട്ട് ഫോം ആക്കി നമുക്ക് കൊടുക്കാം. ഓക്കെ, തേർഡ് കോമ്പണന്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഓതർ നെയിം അല്ലെ? തേർഡ് കോമ്പണന്റ് ഓതർ നെയിം കൊടുക്കാം അബ്രിവിയേറ്റഡ് ഫോമിൽ. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ സയന്റിഫിക് നെയിമിങ്ങിന്റെ കുറെ റൂൾസ് അല്ലെ? ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾസ്. അതിൽ നിങ്ങളുടെ 2 റൂളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. വിത്ത് എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. എക്സാമ്പിളോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കാൾ ലിനേഴ്സ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, സ്പീഷീസ് പ്ലാന്റാറം. ആ ബുക്കിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് കേട്ടോ. ഓക്കെ, സയന്റിഫിക് നെയിമിന് 2 കോമ്പണൻസ് ഉണ്ടാവും, ജനറിക് നെയിമും ഉണ്ടാവും, സ്പെസിഫിക് എപ്പിത്തറ്റും ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഓൾസോ ലാറ്റിൻ ഒറിജിൻ ആയിരിക്കണം. ഫസ്റ്റ് വേർഡ് ജനറിക് നെയിം ക്യാപിറ്റൽ ലെറ്റർ, സെക്കൻഡ് വേർഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് എന്താണ്? സ്മോൾ ലെറ്റർ ആണ് വേണ്ടത്. ആൻഡ് ഓൾസോ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുക. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ജനറിക് ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ഓൾസോ 2 ഡിഫറെന്റ് ഓർഗാനിസത്തിന് ഒരിക്കലും ഒരേ നെയിം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഓക്കെ, പിന്നെ തേർഡ് കോമ്പണന്റ് ആയിട്ട് നമുക്ക് ഓതറിന്റെ പേര് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഷീസ് നെയിമിന് ശേഷം അബ്രിവിയേറ്റഡ് ഫോമിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ലിൻ ഡോട്ട്. കണ്ടില്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Read the following and if you find any mistake, rewrite it correctly. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാം. Both the words in a biological name when handwritten are separately underlined or printed in italics to indicate their Greek origin. ഒരിക്കലും അല്ല, ഗ്രീക്ക് ഒറിജിൻ അല്ല, ലാറ്റിൻ ഒറിജിൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡ് റിട്ടൺ അണ്ടർലൈൻ ചെയ്യുന്നത്. The first word in a biological name represents the specific epithet. First word അല്ല, എന്താണ്? It is the genus name അല്ലേ? While the second component denote the genus name അല്ല, എന്താ വരുന്നത്? Specific epithet. Okay, the first word denoting the specific epithet, first word specific epithet ആണോ? അല്ല, starts with a capital letter. അതെന്താണ്? Genus name അല്ലേ? And while the genus name start with a small letter. അല്ലല്ലോ, എന്താണ്? Specific epithet starts with a small letter. Okay അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. ഗിവ് ദ കോമൺ നെയിം ഓഫ് പ്ലാന്റ്. നമുക്കറിയാലോ, മാംഗോ ആണ് അല്ലെ? മാംഗോ ആണ്. സയന്റിഫിക് നെയിം ആണ് മാഞ്ചിഫറ ഇൻഡിക്ക. വാട്ട് ആർ ദ ഫസ്റ്റ് 2 പാർട്സ് ഓഫ് നെയിം ഡിനോട്ട്? ഫസ്റ്റ് 2 പാർട്സ് എന്ന് പറയുന്നത് മാഞ്ചിഫറയും ഇൻഡിക്കയും. മാഞ്ചിഫറ ജീനസ് നെയിം ആണെങ്കിൽ ഇൻഡിക്ക എന്താണ്? സ്പീഷീസ് നെയിം ആണ്. വൈ ആർ ദേ റിട്ടൺ ഇൻ ഇറ്റാലിക്സ്? എന്തിനാണ് അവരെ ഇറ്റാലിക്സിൽ നമ്മൾ ഇങ്ങനെ
പ്രിന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണടാ? അത് ലാറ്റിൻ ഒറിജിൻ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലിൻ റിട്ടൺ അറ്റ് ദ എൻഡ് ഓഫ് ദ നെയിം? അവസാനം ലിൻ എന്തിനാണ് തേർഡ് കോമ്പണന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? ബിക്കോസ് മാങ്ങയെ കുറിച്ച് ആദ്യം പഠിച്ചത് ലിനേസ് ആണ്. സോദറിന്റെ പേര് നമുക്ക് തേർഡ് കോമ്പണന്റ് ആയിട്ട് ഇങ്ങനെ അബ്രിവിയേറ്റഡ് ഫോമിൽ കൊടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, സയന്റിഫിക് നെയിം ഓഫ് ലയൺ ഇസ് ഗിവൺ ബിലോ വിച്ച് ഇസ് കറക്റ്റ്ലി റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ആകെ നോക്കേണ്ടത് പാന്തറ ലിയോ ആണ് ലയന്റെ സയന്റിഫിക് നെയിം അല്ലെ. പി ക്യാപിറ്റൽ എൽ സ്മോൾ ലെറ്റർ. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? എ ആണ് കറക്റ്റ് ആൻസർ. കണ്ടോ, പി ക്യാപിറ്റൽ എൽ സ്മോൾ ലെറ്റർ, ബാക്കിയെല്ലാം തെറ്റാണ് കേട്ടോ. Two pools of generic name and specific epithet are given below. Okay, yes, generic name ഉം specific epithet ഉം തന്നിട്ടുണ്ട്. Select the correct generic name and specific epithet. Write the scientific name of two organisms. രണ്ട് ജീവികളുടെ സയന്റിഫിക് നെയിം നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ മസ്ക ഡൊമസ്റ്റിക്ക, പിന്നെയോ പാന്തറ ടൈഗ്രിസ് അല്ലെ. മസ്ക ഡൊമസ്റ്റിക്ക ആൻഡ് പാന്തറ ടൈഗ്രിസ് നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താണെടാ മക്കളെ, മസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം ആണ്. പാന്തറ ടൈഗ്രിസ് ടൈഗറിന്റെ. അപ്പൊ രണ്ടെണ്ണം കിട്ടി കേട്ടോ. ഓക്കെ, എക്സ്പാൻഡ് ദ ഫ്ലോയിങ്, വെരി ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ ഏതൊരു ഓർഗാനിസത്തിന്, പ്ലാന്റോ അനിമലോ ആയിക്കോട്ടെ, ഓർഗാനിസത്തിന് സയന്റിഫിക് നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസ്, ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് അല്ലെ. ഇതെല്ലാം ആരാണ് ഉണ്ടാക്കുന്നത്, കൊണ്ടുവരുന്നത്? ഓർഗനൈസേഷൻ ആണ്. ഏതൊക്കെ ഓർഗനൈസേഷൻസ്? ICBN ആൻഡ് ICZN. അപ്പം ഇതിന്റെ ഫുൾ ഫോം എല്ലാ വർഷവും എക്സാമിന് ചോദിക്കാറുണ്ട്. ICBN പ്ലാന്റ്സിന് സയന്റിഫിക് നെയിം പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ICBN ആണ്. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആൻഡ് ICZN ആണെങ്കിലോ ആനിമൽസിന്റെ സയന്റിഫിക് നെയിമിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയ, പ്രിൻസിപ്പിൾസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് ICZN എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഫോർ ഓഫ് മാറിപ്പോയത്, ഫോർ ബൊട്ടാണിക്കൽ ഓഫ് സുവോളജിക്കൽ ആണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആയാലും ഫുൾ ഫോം പഠിക്കുക കേട്ടോ. അടുത്തത് ക്ലാസിഫിക്കേഷൻ. ടാക്സോണമിക് കാറ്റഗറീസും ടാക്സോണമിക് ഹയറാർക്കിയും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ല. ഈ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറീസിൽ നിന്നായിരിക്കും. ഷുവർ ഷോർട്ട് ആണ്. ഓക്കെ, യെസ്, അറിയാലോ. അതായത് നമ്മൾ ഓർഗാനിസംസിനെ അവരുടെ സിമിലാരിറ്റീസും അവരുടെ ഡിഫറൻസസും അല്ലെ, അതായത് ജീവികളുടെ ഇടയിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവരെ പല ഗ്രൂപ്പുകളിലായിട്ട്, പല കാറ്റഗറീസിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യെസ്, അത് ഏതൊക്കെയാണ് ഈ പറയുന്ന ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ്? ഏതൊക്കെയാണ്? K, P, C, of, G, S അല്ലെ. അങ്ങനെ നമുക്ക് ഏകദേശം 7ഓളം എന്തുണ്ട്, കാറ്റഗറീസ് ഉണ്ട് അല്ലെ. അപ്പം ഈ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറീസ്. എന്താ വിളിക്കുക? ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ലെവൽ എന്ന് വിളിക്കാം. ഓരോ ലെവലും അല്ലെ, അല്ലെങ്കിൽ റാങ്ക് എന്ന് വിളിക്കാം അല്ലെ. അതും അല്ലെങ്കിലോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഓർഗാനിസംസിന് അവരെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ 7 ലെവലുകളിലായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലെ ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ലോവസ്റ്റ് കാറ്റഗറി. ആൻഡ് ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നതോ, ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആണ്. ഓക്കെ, ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആണ് കേട്ടോ. യെസ്, അപ്പൊ KPC ഓഫ് GS എന്ന് മക്കൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ മിസ് വേറെ ഒരു നിമോണിക് പറഞ്ഞുതരാം. കീപ്പ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക് അല്ലെ. കീപ്പ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. കണ്ടോ, ഇത് പഠിച്ചാലും മതി, ഈസിയാണ്. അപ്പൊ സ്പീഷീസ്, പിന്നെന്ത് വരുവടാ? ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഫോർ അനിമൽസ്. അപ്പം പ്ലാന്റ്സിനോ ഡിവിഷൻ ആണ്. ആൻഡ് ഇതെന്താണ്? ദിസ് ഇസ് കിങ്ഡം. ഹയസ്റ്റ് കാറ്റഗറി എന്താ? കിങ്ഡം ആണെങ്കിൽ ലോവസ്റ്റ് കാറ്റഗറി എന്താണ്? സ്പീഷീസ് നെയിം അല്ലെ. ഹയസ്റ്റ് കാറ്റഗറി ഈസ് കിങ്ഡം. ഒരു മാർക്കിന് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിക്കേ,
ദാമസ് പാരോമാർക്ക് എങ്ങോട്ടാണ് ഇടുന്നത് കണ്ടോ? സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക്. ലോവസ്റ്റ് ടു ഹയസ്റ്റ് കാറ്റഗറി ആണ് ഇപ്പൊ ഞാൻ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് അല്ലെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ ഇത് എന്ത് ഓർഡർ ആണ്? അസെൻഡിങ് ഓർഡർ അല്ലേ? ഇനി കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്കാണെങ്കിലോ, ഹയസ്റ്റ് ടു ലോവസ്റ്റ് കാറ്റഗറി ആണെങ്കിലോ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഡിസെൻഡിങ് ഓർഡർ അല്ലേ? അപ്പൊ ഈ രണ്ട് ഓർഡറിലും ചിലപ്പോൾ എക്സാമിന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനൊക്കെ പറയും. അപ്പൊ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ മാറി പോവാൻ പാടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, അതായത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോഴാണോ, സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോഴാണോ സിമിലർ ക്യാരക്ടേഴ്സ് കൂടുന്നത്, അല്ലെങ്കിൽ കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് കൂടുന്നത്? ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുക സ്പീഷീസ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ സിമിലർ ക്യാരക്ടേഴ്സ്, കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? സ്പീഷീസിലാണ് അല്ലെ. സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇത് കുറയും അല്ലെ, ഇത് ഡിക്രീസ് ചെയ്യും. അതേ സമയത്ത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുന്നതിനനുസരിച്ച് സിമിലർ ക്യാരക്ടേഴ്സ് അഥവാ കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ആ പോയിന്റും നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. വിച്ച് among the following represent the correct sequence? കറക്റ്റ് സീക്വൻസ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. നമ്മൾ ആകെ നോക്കേണ്ടത് KPC of GS. KPC of GS എവിടെടാ? KPC of GS ഓപ്ഷൻ സി, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് കേട്ടോ. ഓക്കെ. അലൈൻ ദി ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ അസെൻഡിങ് ഓർഡർ. കണ്ടില്ലേ? നേരത്തെ പറഞ്ഞേ ഉള്ളൂ അല്ലെ, അസെൻഡിങ് ഓർഡറിൽ ചോദിച്ചിരിക്കുക. അപ്പൊ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് വേണം നിങ്ങൾ എഴുതാൻ അല്ലെ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് അല്ലെ. യെസ്, ആരോ മാർക്ക് കൃത്യമായിട്ട് ഇടണം കേട്ടോ. സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് കണ്ടോ? ഓക്കെ. യെസ്. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇതിൽ ഏതാണെടാ? ഇറ്റ് ഇസ് ടാക്സോൺ. അപ്പൊ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സോണമിക് കാറ്റഗറി ആൻഡ് ടാക്സോൺ? ടാക്സോണമിക് കാറ്റഗറിയും ടാക്സോണും തമ്മിലുള്ള വ്യത്യാസം എന്താടാ? ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ്, ഓർഡർ അല്ലെ. ഈ ഓരോ ലെവലിനെയും നമ്മൾ എന്താ വിളിക്കുക? ടാക്സോണമിക് കാറ്റഗറി എന്നാ വിളിക്കുക. പക്ഷെ അതിൽ വരുന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോൺ. അതായത് ഇപ്പൊ മനുഷ്യന്മാര്, നമ്മുടെ ക്ലാസ് ഏതാ? ക്ലാസ് കാറ്റഗറിയാ. മനുഷ്യന്മാരുടെ ക്ലാസ് ഏതാ? മെമീലിയ. മെമീലിയ ടാക്സോൺ ആണ്. മെമീലിയ എന്താണ്? ടാക്സോൺ ആണ് അല്ലേ. നമ്മളുടെ ഓർഡർ എന്താ? അത് ഓർഡർ ടാക്സോണമിക് കാറ്റഗറിയാ. മനുഷ്യന്മാരുടെ ഓർഡർ എന്താണ്? പ്രൈമേറ്റാ. ഓർഡർ പ്രൈമേറ്റ്. അപ്പൊ ഈ പ്രൈമേറ്റ് എന്ന് പറയുന്നത് റിയൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് കംസ് ഇൻ ഓർഡർ. അതേതാണ്? നമ്മുടെ ഓർഡർ പ്രൈമേറ്റ്. അത് ടാക്സോൺ ആണ്. ഇതാണ് കാറ്റഗറിയും ടാക്സോണും തമ്മിലുള്ള വ്യത്യാസം ട്ടോ. ഹയസ്റ്റ് കാറ്റഗറിയും ടാക്സോണമിക് ഹയറാർക്കി കിങ്ഡം. The term systematics refers to. ഈ ചാപ്റ്ററിൽ നമ്മൾ ശരിക്കും പഠിക്കുന്നത് ടാക്സോണമി ആണ് അല്ലെ. ടാക്സോണമി. ഈ ടാക്സോണമിയുടെ കൂടെ അതായത് ഓർഗാനിസംസിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടിയാൽ, അതായത് ജീവികൾ പരസ്പരം ഷെയർ ചെയ്യുന്ന അവരുടെ പരിണാമ ബന്ധം കൂടിയാൽ അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? സിസ്റ്റമാറ്റിക്സ് എന്നാ വിളിക്കുക. അപ്പൊ സിസ്റ്റമാറ്റിക്സിന് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ? ഐഡന്റിഫിക്കേഷൻ, സ്റ്റഡി ഓഫ് ഓർഗൻ സിസ്റ്റം ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, study of habitats of organism and their classification. തെറ്റാണ്. So the right answer is diversity of kinds of organism and their relationship. Okay? As we go from species to kingdom, in a taxonomic hierarchy, the number of common characters species ൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലെ. കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്കാണെങ്കിൽ ഇൻക്രീസ് ചെയ്യും. സോ വാട്ട് ഇസ് ടാക്സോണമിക് ഹയറാർക്കി? മിസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതിയേ? KPC ഓഫ് GS. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓർഡർ, ഫൈലം, ജീനസ് അങ്ങനെ ഓർഡർ മാറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇതിനൊരു സ്പെസിഫിക് ഓർഡർ ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ഓർഡർ ഉണ്ട്.
ആ പ്രത്യേക ഓർഡറിലാണ് നമ്മൾ ടാക്സോണമി കാറ്റഗറീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി അല്ലെ. അറേഞ്ച്മെന്റ് ഓഫ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഓക്കെ, എന്താണടാ അറേഞ്ച്മെന്റ് ഓഫ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ എഴുതി തരുന്നു. Arrangement of taxonomic categories in a definite order. അതിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞോടാ. ഓക്കെ, അടുത്തത് ജീനസ് റെപ്രസെന്റ്സ്. എന്താ ജീനസ് എന്ന് പറയുമ്പം? an individual plant or animal ആണോ? അല്ല, അത് സ്പീഷീസ്. കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഓർ അനിമൽസ് അല്ല. നൺ ഓഫ് ദീസ് അല്ല. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അല്ലേ, GS. ഇങ്ങനെയല്ലടാ. സോ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിനെ നമ്മൾ സെയിം ജീനസിലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. Dash is an assemblage of families which exhibit a few similar characters. K, P, C of GS. അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിനെ നമ്മൾ സെയിം ഓർഡറിലല്ലേ പെടുത്തുന്നത്. സോ ഓർഡർ ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ. ഓർഡർ ഇസ് ദ അസംബ്ലേജ് ഓഫ് ഫാമിലീസ്. Rearrange both the biological category and taxon based on taxonomic hierarchy. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാറ്റഗറിയും ടാക്സോണും രണ്ടും നമ്മൾ കറക്റ്റ് ഓർഡറിൽ തിരുത്തി എഴുതണം അല്ലെ. ഫൈലം കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ക്ലാസ്സാ വരേണ്ടത്. ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് വരണം? ജീനസ്, പിന്നെ സ്പീഷീസ് അല്ലെ. ഓക്കെ, അപ്പൊ ഹൗസ് ഫ്ലൈയുടെ ടാക്സോണമിക് കാറ്റഗറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ ടാക്സോണും നിങ്ങൾ നോക്കിക്കടാ. ഫൈലം എന്താ വരേണ്ടത്? ആർത്രോപോഡ. ക്ലാസ് ഇൻസെക്റ്റ. ജീനസോ? മസ്ക അല്ലെ. സ്പീഷീസ് നെയിമോ? ഡൊമസ്റ്റിക്ക. ഓക്കെ, യെസ്. ഇത് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്താൽ മാത്രം മതി അല്ലേ. ഓക്കെ, ഫാമിലി. ഫാമിലി സോളനേസിയെ. കിങ്ഡം പ്ലാന്റ്, പ്ലാന്റ് കിങ്ഡം. ഓർഡർ പോളിമോണിയൽസ്. സ്പീഷീസ് നെയിം എന്താണ്? ട്യൂബറോസം. ജീനസ് നെയിം സൊളേനം. അപ്പൊ സൊളേനം ട്യൂബറോസം. അതായത് നമ്മുടെ പൊട്ടേറ്റോ. പൊട്ടേറ്റോന്റെ സയന്റിഫിക് നെയിം ആണ് സൊളേനം ട്യൂബറോസം. ഓക്കെ, അതിന്റെ ടാക്സോണമിക് കാറ്റഗറീസ് ആണ് നമ്മളോട് ഇവിടെ മാച്ച് ചെയ്യാൻ പറഞ്ഞത്. റൈറ്റ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ഇൻ ദ വേൾഡ്. നമ്മള് ബയോഡൈവേഴ്സിറ്റി എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ ഏർത്തിലുള്ള ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ഓർഗാനിസം, ഇതിനെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക? ബയോഡൈവേഴ്സിറ്റി എന്നല്ലേ വിളിക്കുക. സോ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ വേൾഡ്, അത് ബയോഡൈവേഴ്സിറ്റി ആണ്. Arrangement of organism into different taxon in definite order. Taxonomic hierarchy. Naming of an organism. അതിനെന്താ വിളിക്കുക? നോമൻക്ലേച്ചർ അല്ലേ. യെസ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ഓക്കെ, ഇനി ഇതിന് പുറമെ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഈ ചാപ്റ്ററിലെ മറ്റൊരു ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 1-2 മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ മാനും ഹൗസ് ഫ്ലൈയും മാത്രം പഠിച്ചാൽ മതി എന്ന് പണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. കാരണം മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ എന്നായിരുന്നു ചോദ്യങ്ങൾ വരാറുള്ളത്. പക്ഷെ ഇപ്പൊ അവര് മാംഗോന്നും വീറ്റിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? ഈ ടേബിൾ ഒന്ന് പഠിക്കുക. ഈ 4 ഓർഗാനിസത്തിന്റെ മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റിന്റെ ഒക്കെ ടാക്സോണമിക് കാറ്റഗറീസ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ടാക്സോൺ പഠിക്കണം, ബിക്കോസ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, പഠിച്ചോളൂ കേട്ടോ. ബൊട്ടാണിക്കൽ നെയിം ഓഫ് വീറ്റ്. വീറ്റിന്റെ ബൊട്ടാണിക്കൽ നെയിം എന്താണ്? ട്രൈറ്റിക്കം എസ്റ്റൈവം. ഓക്കെ, സോ എന്താണ്? ട്രൈറ്റിക്കം എസ്റ്റൈവം. ഓക്കെ അല്ലേ? മാഞ്ചിഫറ ഇൻഡിക്ക മാംഗോ. സൊളേനം ട്യൂബറോസം പൊട്ടേറ്റോ. സൊളേനം മെലോഞ്ചിന. ഇറ്റ് ഇസ് ബ്രിഞ്ചോൾ. Okay, note the relationship between the first 2 words and suggest suitable word for the 4th place. Homo sapiens man. Musca domestica housefly. Musca domestica is the binomial nomenclature of housefly. Identify the generic name and specific epithet. Musca generic name ആണ്, domestica specific epithet ആണ്. Mention the phylum and class of Musca domestica. Phylum Arthropoda. അല്ലേ? ക്ലാസോ? ഇൻസെക്ട്സ് അല്ലടാ. അപ്പൊ ക്ലാസ് ഇൻസെക്റ്റ. ക്ലാസ് ഇൻസെക്റ്റ.
A student placed man and housefly in the following taxonomy category. Some of them are wrongly placed. Identify and correct them. ഇത് നിങ്ങളെ പോലൊരു കുട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്, മാനിന്റെയും ഹൗസ് ഫ്ലൈന്റെയും ടാക്സോണമി കാറ്റഗറീസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തു. പക്ഷെ ഇതിൽ തെറ്റുകളുണ്ട്, നമ്മൾ തിരുത്തി എഴുതണം. മാനിന്റെ സ്പീഷീസ് നെയിം സാപ്പിയൻസ്, ജീനസ് നെയിം ഹോമോ ശരിയാണ്. ഫാമിലി പ്രൈമേറ്റ ശരിയാണോ? ശരിയാണോടാ? അല്ല. എന്താണ്? ഫാമിലി ഹോമിനിഡേ. ഓർഡർ ഏതാണ്? പ്രൈമേറ്റ. ക്ലാസ് മെമേലിയ ശരിയാണ്. ഹൗസ് ഫ്ലൈയുടെ സ്പീഷീസ് നെയിം ഡൊമസ്റ്റിക്ക, ജീനസ് നെയിം മസ്ക, ഫാമിലി മസിഡ ശരിയാണ്. ഓർഡർ ഇൻസെക്റ്റ് അല്ല, ഡിപ്റ്ററ അല്ലേ? ക്ലാസ് ഡിപ്റ്ററ അല്ല, ഇൻസെക്റ്റ. കണ്ടോ? അപ്പൊ അതിലെ രണ്ടിലെയും തെറ്റുകൾ നമ്മൾ തിരുത്തി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, complete the table using appropriate terms. Okay, common name man, genus homo, species name sapiens, class mammalia, phylum chordata. Okay, അടുത്തത് ട്രൈറ്റിക്കം. അപ്പൊ വീറ്റ് ആണ്. വീറ്റിന്റെ കാറ്റഗറീസ് ഫില്ല് ചെയ്യണം. വീറ്റ് എന്ന് എഴുതണം കേട്ടോ. ട്രൈറ്റിക്കം ഏസ്റ്റൈമാണ് സ്പീഷീസ് നെയിം വരുന്നത്. ക്ലാസ് മോണോകോട്ടിലിഡനെ ആൻഡ് ഫൈലം ആൻജിയോസ്പെർമേ. കണ്ടില്ലേ? കണ്ടോ? വീട്ടിൽ നിന്ന് മാംഗോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കണ്ടോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ തന്നെ ആ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഒന്ന് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുക. അതിൽ തന്നെ മാക്സിമം സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അത് ആൻസർ ചെയ്യുക. അപ്പം നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ യൂസ്ഫുൾ ആയോ? അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാൽ മതി അല്ലേ? ഓക്കെ മക്കളെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ? നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും എന്ത് ചെയ്യുക, ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ പറയാം. ആൻഡ് ഓൾസോ ഇതുപോലത്തെ വീഡിയോസും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാൻ. ചിൽഡ്രൻ ടാറ്റാ.